അപ്പോൾ ഒരുവൻ ഈശോയെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? ഈശോ പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ യുവാവ് അവനോട് പറഞ്ഞു, ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇനിയും എന്താണ് എനിക്ക് കുറവ്? ഈശോ അവനോട് പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്നാൽ ഈ വചനം കേട്ട് ആ യുവാവ് ദുഃഖിതനായി തിരിച്ചുപോയി. എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും അങ്ങനെ നിത്യജീവൻ അവകാശപ്പെടുത്തുവാനുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് നല്ലവനായ ഒരു ചെറുപ്പക്കാരനെയാണ്. മാന്യനായിട്ടുള്ള ചെറുപ്പക്കാരൻ, എ ജെന്റിൽമാൻ. ഈ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് വളരെ നല്ല മാന്യനായ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ, നീറ്റ് ആൻഡ് ടൈഡി, ഗുഡ് ലുക്കിംഗ്, വെൽ ബിഹേവ്ഡ്, എ ജെന്റിൽമാൻ. അവന് നല്ല ചില സവിശേഷതകൾ ഇതിൽ കാണാൻ സാധിക്കും. ഹി ഹാസ് എ ഫൈൻ ഡിസേൺമെൻറ്റ്. അവന് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള ആഗ്രഹമുണ്ട്. ആൻഡ് ഹി വാസ് ഏബിൾ ടു സീ സംതിങ് ഗുഡ് ഇൻ ജീസസ്. ഈശോയിൽ എന്തോ നന്മ കാണുവാനായിട്ട് ഇവന് സാധിക്കുന്നുണ്ട്. മറ്റ് യഹൂദരൊക്കെ ഈശോയെ കുറ്റപ്പെടുത്തി ഈശോയിൽ എന്തെങ്കിലും കുറ്റം ആരോപിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഈശോയെ ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ഉപദേശത്തിന് പോകുവാനുള്ള ഒരു നന്മ, അതുപോലെ ഒരു ധൈര്യം, മറ്റു പലരും കാണിക്കാത്ത ഒരു ധൈര്യം, ഈശോയുടെ അടുത്തേക്ക് കടന്നു വരാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ട്. ഹിസ് കറേജസ് മാൻ. ആൻഡ് ഓൾസോ ഹീ ഈസ് എ സീക്കർ ഓഫ് ട്രൂത്ത്. ഈസ് ഓപ്പൺ ടു ദ റിയാലിറ്റി. ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ ട്രൂത്ത്. അവൻ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. മറ്റു പലരും ഈശോയുടെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ഈ യുവാവ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത് അവനൊരു കാര്യം അറിയുവാൻ വേണ്ടിയിട്ടാണ്. ഹി വാണ്ട്സ് നോ ഹൗ ക്യാൻ ഐ ഒബ്റ്റെയിൻ ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ എനിക്ക് എങ്ങനെ എൻ്റെ സ്വന്തമാക്കാൻ സാധിക്കും? ആൻഡ് ഹി ഈസ് ഹംബിൾ ഇനഫ് ടു അക്സെപ്റ്റ് ഹിസ് ലിമിറ്റേഷൻ. എനിക്കറിയില്ല, അതുകൊണ്ടാണല്ലോ അവൻ ചോദിക്കുന്നത്. ഐ ഡു നോട്ട് നോ എവറിഥിങ്. He is able to acknowledge his limitation. So he is a very fine man, a gentleman. വളരെ യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ. അവന് നിത്യജീവനെക്കുറിച്ച് ചില ധാരണകളൊക്കെയുണ്ട്, ബോധ്യങ്ങളുണ്ട്. ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. അവൻ അതേക്കുറിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇതിനുള്ള വഴി അന്വേഷിക്കുന്നത്. നിത്യജീവൻ നേടുവാനായിട്ട് ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? ദാറ്റ്സ് ഹിസ് ക്വസ്റ്റ്യൻ. അപ്പം നന്മ പ്രവർത്തിച്ചാൽ നിത്യജീവൻ ലഭിക്കും എന്നൊരു വിശ്വാസം അവനുണ്ട്. നിത്യജീവൻ ലഭിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഈശോയുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഈശോ ഈ ചോദ്യത്തിന് ഉത്തരമല്ല കൊടുക്കുന്നത്, നമുക്കറിയാം. നന്മയെപ്പറ്റി എന്നോട് നീ എന്തിനാ ചോദിക്കുന്നത്? നല്ലവൻ ഒരുവൻ മാത്രം. ഇതാണ് ഈശോയുടെ മറുപടി. എന്ത് നന്മ ചെയ്താൽ എനിക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ഈശോ നൽകുന്നത്, നന്മയെപ്പറ്റി നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നല്ലവൻ ഒരുവൻ മാത്രം. ഈശോ ഇവിടെ വലിയൊരു സത്യം വെളിപ്പെടുത്തുകയാണ്. നിത്യജീവൻ കുറേ നന്മകൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല. കുറേ നല്ല കാര്യങ്ങൾ ചെയ്താൽ, കുറേ നന്മകൾ ചെയ്താൽ, കുറേ പുണ്യപ്രവർത്തികൾ ചെയ്താൽ ലഭിക്കുന്ന ഒന്നല്ല നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് നിത്യജീവൻ എന്ന്. യോഹന്നാൻ 17:3 നമ്മൾ വായിക്കുകയാണ്. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും
അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യതയുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദാറ്റ് മീൻസ് ഐ നീഡ് ടു നോ ദ ട്രൂത്ത്. കുറേ നന്മകൾ ചെയ്യുന്നതല്ല, നന്മയെ അറിയുക. നന്മയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, നല്ലവൻ ഒരുവൻ മാത്രം, അത് ദൈവമാണ്. ആ ദൈവത്തെ അറിയുക, ദൈവത്തെ സ്വന്തമാക്കുക. അപ്പോൾ നന്മ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, എനിക്ക് ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്വന്തമാക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കുന്ന ഒരു വ്യക്തിയിൽ നന്മ വളരും. നന്മ എന്നത് അതിൻ്റെ ഫലമാണ്. എൻ്റെ ഈശോയെ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ എന്നിൽ ചില മാറ്റങ്ങളുണ്ടാകും, എന്നിലൂടെ നന്മയെ വരൂ. സോ ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് നോയിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ ലോർഡ് ജീസസ് ഇൻ ടു മൈ ലൈഫ്. നന്മ പ്രവർത്തികൾ നമ്മളുടെ ആയിരിക്കുന്ന അവസ്ഥയുടെ ഒരു പ്രതിസ്ഫുരണമാണ്, പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ കുറേ നന്മകൾ ചെയ്തിട്ട് നിത്യജീവൻ പ്രാപിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം നീ നല്ലവനെ അറിയുക, അവനെ നീ സ്വന്തമാക്കുക. നല്ലവനെ സ്വന്തമാക്കി കഴിയുമ്പോൾ നിന്നിൽ നന്മ വളരും, അവിടെ നിനക്ക് നിത്യജീവൻ ഉണ്ടാവും. അപ്പോൾ നല്ലവനായ ദൈവത്തെ സ്വന്തമാക്കി കഴിയുമ്പോൾ അവൻ്റെ സാന്നിധ്യം എന്നിൽ നിറയുമ്പോൾ എന്നിലുണ്ടാകുന്ന ആ അവസ്ഥയുടെ പേരാണ് നന്മ. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ ധ്യാനത്തിനൊക്കെ പോവും, അല്ലെങ്കിൽ ധ്യാനം കൂടും, നമ്മൾ നല്ല നല്ല തീരുമാനങ്ങളെടുക്കും. നമ്മുടെ പഴയ തർക്കദോഷങ്ങളും മോശമായിട്ടുള്ള നമ്മുടെ സ്വഭാവമൊക്കെ നമ്മൾ മാറ്റി നല്ലവരായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും, 2 ആഴ്ച 3 ആഴ്ച 1 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ പുറകോട്ട് പോകും. നമ്മൾ പഴയതുപോലെയൊക്കെ തന്നെ വീണ്ടുമാകും. നമ്മൾ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ നന്മയിൽ വളരാൻ സാധിക്കാത്തത്? ഞാൻ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആ തിന്മയെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ കാരണം ഈശോ ഇന്ന് നമുക്ക് പറഞ്ഞു തരിക. നിനക്ക് നന്മയിൽ വളരണോ? യു വാണ്ട് ഗ്രോ ഇൻ സാങ്ക്ടിറ്റി? നിനക്ക് വിശുദ്ധിയിൽ വളരണോ? നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നീ നല്ലവനെ സ്വന്തമാക്കണം. ഹീ ഷുഡ് ബി ദ സെൻറ്റർ ഓഫ് യുവർ ലൈഫ് ആൻഡ് യു ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ഹിം. നീ അവനോട് ചേർന്നിരിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് ഈ നന്മ പ്രവൃത്തികളിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നന്മ പ്രവൃത്തികളല്ല, അല്ലെ നന്മയല്ല നമ്മൾ കാംക്ഷിക്കേണ്ടത്, മറിച്ച് നല്ലവനെയാണ്. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ഹോളിനെസ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ ക്യാരിങ് ഔട്ട് എക്സ്ട്രോർഡിനറി എൻ്റർപ്രൈസസ്, but being united with Christ in living his mysteries and making our own his examples, his thoughts and his behavior. അവൻ്റെ സ്വഭാവം, അവൻ്റെ ചിന്തകളൊക്കെ എൻ്റെ സ്വന്തമാക്കണം. Then the measure of holiness stems from the stature Christ achieves in us. In as much as with the power of the Holy Spirit we model our whole life on his. It is being conformed to Jesus. അപ്പോൾ ഈശോയോട് അനുരൂപപ്പെടുന്നതാണ് വിശുദ്ധി എന്നത്. ഐ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ഞാൻ ഈശോയെ മുഖാമുഖം ദർശിച്ച്, ഈശോയെ ധ്യാനിച്ച്, ഈശോയിൽ വളരുമ്പോൾ ഞാൻ ഈശോയെ പോലെയാകുന്നു. അതുകൊണ്ടാണ് ഹി സേസ്, ആസ് സെൻറ്റ് പോൾ സേസ്, ഫോർ ദോസ് ഹും he foreknew he also predestined to be conformed to the image of his son. റോമ 8:29 നമ്മൾ വായിക്കുകയാണ്. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ പുത്രൻ്റെ സാദൃശ്യത്തോട് നാം അനുരൂപരാക്കപ്പെടുമ്പോൾ നമ്മൾ നടക്കുന്ന സംഭവമാണ് വിശുദ്ധി. വി ഗ്രോ ഇൻ സാങ്ക്ടിറ്റി, വി ഗ്രോ ഇൻ ഹോളിനെസ്. സോ ഇതിലേക്കാണ് ഈശോ നമ്മെ ഇന്ന് വിളിക്കുന്നത്, ഈശോയെപ്പോലെയാകാൻ. പിതാവ് നമ്മെ വിളിക്കുന്നത് തൻ്റെ പുത്രനെ പോലെയാകാൻ. ഈശോയെപ്പോലെയാകുന്ന വ്യക്തി നന്മയിൽ വളരുന്നു, നന്മ ആ വ്യക്തിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ചോദ്യം നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഞാൻ എന്ത് ചെയ്യണം നിത്യജീവൻ പ്രാപിക്കാനായിട്ട്? ഈശോ പറയുന്നു, പുണ്യപ്രവൃത്തികൾ ചെയ്താൽ പോരാ. പുണ്യപ്രവൃത്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പരന്ത ഫലമാണ്. അറിയാണ്ട് നിങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ സപ്പോസ് somebody makes a mistakes and they are sent for some volunteer service. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വോളണ്ടിയർ സർവീസായിട്ട് ഈ പള്ളിയൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്തു, ആൾക്കാർ പോയി കഴിയുമ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അവർ ചെയ്യും, ഒരു നന്മ പ്രവൃത്തിയാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച്
ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഐ വാണ്ട് ഡു സം ഗുഡ് ഫോർ അതർ പീപ്പിൾ. ഇവിടെ വരുന്നവർക്ക് സേഫ്റ്റി ഉണ്ടാകാൻ, അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഞാനിത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് മൈ ലവ് ഫോർ ജീസസ്. എൻ്റെ ഈശോയെ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ എന്നിൽ നിന്ന് അറിയാണ്ട് പുറത്തു വരുന്ന ഒരു നന്മ പ്രവൃത്തിയാണ്. അതിന് വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സമ്മൺ ഹൂ ഈസ് ഫോഴ്സ്ഡ് ടു ഡു സം വർക്ക് ഓർ സമ്മൺ ഹൂ ഈസ് വില്ലിംഗ് ടു ഡു സം വർക്ക് ബിക്കോസ് ഇറ്റ്സ് എ റിക്വയർമെൻറ്റ്. ഇതാണ് ഈശോ പറയുന്ന വ്യത്യാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ച് നന്മയിൽ വളരാം. പ്രമാണങ്ങളെല്ലാം പാലിക്കണം. നമ്മൾ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് ഈശോ പറഞ്ഞു. എല്ലാ പ്രമാണങ്ങളും മനുഷ്യരെ സ്നേഹിക്കുന്നത്, മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എല്ലാം നന്നായിരിക്കണം. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈശോ പറയുന്നു, നിനക്ക് പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എന്നെ സ്വന്തമാക്കണം, നല്ലവനെ സ്വന്തമാക്കണം. നമുക്ക് ആ നല്ലവനെ സ്വന്തമാക്കി നല്ലവൻ്റേതായിട്ട് മാറുവാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങ് എൻ്റെ സ്വന്തമായി മാറണം, അങ്ങയോട് ഞാൻ അനുരൂപപ്പെടണം, ഞാൻ അങ്ങയെപ്പോലെയാകണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അങ്ങ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അങ്ങ് പെരുമാറുന്ന പോലെ പെരുമാറുവാൻ എനിക്ക് സാധിക്കണം. അങ്ങയുടെ ജീവിതം എൻ്റെ ജീവിതമാകണം, എൻ്റെ ജീവിതം അങ്ങയുടെ ജീവിതമാകണം.